ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന ഡൈവർട്ടർ, അതിൻ്റെ ക്ലോസറ്റിൻ്റെ ഏരിയ, വാഷ് ബേസിൻ്റെ ഏരിയ, അതിൻ്റെ അളവുകൾ, അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളെല്ലാമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നോക്കുക, നമുക്ക് ഡൈവർട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ രീതിയിൽ അതിൻ്റെ കട്ട് ചെയ്ത് പൊഴിച്ചിട്ടതിന് ശേഷമാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. അതായത് ഇതിൻ്റെ അളവ് നമുക്ക് നോക്കാം. അതായത് കുളിക്കുന്ന ഏരിയ നോക്കുന്ന ഡൈവർട്ടർ വരുന്നത് 100 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസറ്റിൻ്റെ ഏരിയ ഇതുപോലെ തന്നെ 90 സെൻറ്റിമീറ്ററാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് അതിൻ്റെ ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് 90 സെൻറ്റിമീറ്റർ. ബാക്കി നമ്മൾ വരുന്ന ഏരിയ, വാഷ് ബേസിൻ്റെ ഏരിയ ഏകദേശം 60 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 60 സെൻറ്റിമീറ്റർ വാഷ് ബേസൻ, 90 സെൻറ്റിമീറ്റർ കുളിക്കുന്ന ഏരിയ, 90 സെൻറ്റിമീറ്റർ ക്ലോസറ്റിൻ്റെ ഏരിയ, 100 സെൻറ്റിമീറ്റർ നമ്മൾ കുളിക്കുന്ന ഏരിയ. ഇത്രയെങ്കിലും മിനിമം നമുക്ക് ഉണ്ടെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. ഇത് വാഷ് ബേസിൻ്റെ ടോപ്പാണ് വരുന്നത്. 34 ഇഞ്ച് ഫിനിഷിംഗ് ലെവലിൽ, 34 ഇഞ്ച് ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 16 ഇഞ്ച് താഴേക്ക്, അതായത് 34 മുകളിൽ നിന്ന് 16 ഇഞ്ച് താഴേക്കാണ് നമ്മുടെ പെഡസ്റ്റൽ വരുന്നത്, ഹാഫ് പെഡസ്റ്റൽ വയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഹാഫ് പെഡസ്റ്റൽ ഉള്ളിൽ നമുക്ക് നമ്മുടെ വേസ്റ്റ് പൈപ്പ്, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പൈപ്പ് നിർത്തണം. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് ഏകദേശം ഒരു 13.5 ഇഞ്ച് വെച്ച് കഴിഞ്ഞാൽ, ഫിനിഷിംഗ് ലെവലിൽ 13.5 ഇഞ്ച് വെച്ച് കഴിഞ്ഞാൽ വാഷ് ബേസിൻ്റെ കാര്യങ്ങൾ ഓക്കെ ആയിരിക്കും. പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസറ്റിൻ്റെ സെൻറ്ററാണ് ഈ കാണുന്നത്. അതായത് ക്ലോസറ്റിൻ്റെ സെൻറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിലേക്കും 12 ഇഞ്ച് അപ്പുറത്ത് അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ അപ്പുറത്തേക്ക് മാറ്റി, റൈറ്റ് സൈഡിലേക്ക് 30 സെൻറ്റിമീറ്റർ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി ഹെൽത്ത് ക്ലോസറ്റും അതുപോലെ തന്നെ ടാങ്കിലേക്ക്, ക്ലോസറ്റിലേക്ക് കയറുന്ന വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ രണ്ടും ചെയ്ത് കഴിഞ്ഞു. പിന്നെ അടുത്ത് നമ്മൾ CPC പൈപ്പാണ് ഈ അടിച്ചിരിക്കുന്നത്, നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് പുറത്തേക്ക് പോകുന്നത്. ഇതിലൂടെയാണ് വെള്ളം നമ്മൾ കണക്ട് ചെയ്തിട്ട് നേരെ പുറത്തേക്ക് ടീ ഇട്ടിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ നമ്മൾ വരുന്നു. അതിനുശേഷമാണ് ഡൈവർട്ടർ ഇപ്പോൾ കൊടുത്തിട്ടില്ല, ഡൈവർട്ടർ കൊടുക്കുക നമ്മൾ. അപ്പോൾ ഡൈവർട്ടർ കൊടുക്കുന്ന രീതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുളിക്കുന്ന ഏരിയ നമ്മൾ കൊടുക്കുന്നത് 100 സെൻറ്റിമീറ്റർ നമുക്കുണ്ടെങ്കിലേ നമുക്ക് അത്യാവശ്യം ഒരു കൈ അനക്കി കാര്യങ്ങളൊക്കെ ഒന്നും തട്ടാത്ത രീതിയിൽ കുളിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഡൈവർട്ടർ ഇവിടെയാണ് വരുന്നത്. ഡൈവർട്ടർ വരുന്ന സിസ്റ്റം റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡ് എപ്പോഴും പച്ചവെള്ളമാണ് വരുന്നത്. പച്ചവെള്ളം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊത്തം എല്ലാ സ്ഥലത്തേക്കും ലിങ്ക് ചെയ്തിരിക്കുന്ന വെള്ളമാണ് പച്ചവെള്ളം. അതായത് നോർമൽ വെള്ളം നമ്മൾ കൊടുക്കുന്നത് ഡൈവർട്ടറിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മുടെ ചൂടുവെള്ളം വരുന്നത്. ചൂടുവെള്ളം നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ചൂടുവെള്ളം നമ്മൾ കൊടുത്തിരിക്കുന്നത് നേരെ ഹീറ്ററിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹീറ്ററിൻ്റെ ഔട്ടാണ് നമ്മൾ ഡൈവർട്ടറിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഹീറ്ററിൻ്റെ ഇന്ന് വരുന്നത് സോളാറിലേക്ക് കണക്ട് ചെയ്യുന്നത്, സോളാർ വാട്ടർ ഹീറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോളാർ വാട്ടർ ഹീറ്റർ വഴിയാണ് നേരെ വന്ന് ഹീറ്റർ വഴി നേരെ നമ്മുടെ ഡൈവർട്ടർ സിസ്റ്റത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ്. ഇത് നമ്മുടെ സ്പൗട്ടാണ് വന്നിരിക്കുന്നത്. സ്പൗട്ടിൻ്റെ അകലം നമ്മൾ പറഞ്ഞ പോലെ ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 30 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 30 ഇഞ്ച് സ്പൗട്ടിൻ്റെ അടിവശം നമ്മൾ വരുന്നുണ്ട്. പിന്നെ മുകളിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഷവറാണ്. ഷവർ നമ്മൾ മിനിമം ഈ ഏരിയയിൽ നിന്ന് ഏറ്റവും മുകളിലേക്ക് പോകുന്ന ഷവർ വരുന്നത് ഏകദേശം നമുക്ക് 7 അടിയെങ്കിലും വരണം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ ലിൻഡിൽ ഹൈറ്റ് വരുന്നുണ്ട്. ലിൻഡിൽ ഹൈറ്റിൻ്റെ ആ താഴെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 7 അടി നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. 7 അടി മതി നമുക്ക്. അതായത് വെച്ചിരിക്കുന്ന ജനലിൻ്റെ ആ ലിൻഡിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 7 അടി ആയിരിക്കും. ബാക്കിയെല്ലാം സിമ്പിളാണ്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നതെന്ന്. പിന്നെ അത് മാത്രമല്ല എല്ലാം കൊടുത്തിരിക്കുന്നതിന് CPC പൈപ്പാണ്.